Good morning. Today we have to discuss about the thermal properties of matter. ഇത് ഒരു ചെറിയ ചാപ്റ്റർ ആണ്. എൻട്രൻസ് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. അപ്പോൾ നോക്കുക, നമുക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട തിയറി ഭാഗങ്ങൾ ഒന്ന് പറയാം. ഇതിൽ നമുക്ക് ഫസ്റ്റ് പറയേണ്ടത് relationship between different temperature scales. ഏതാ പറയേണ്ടത്? relationship between different temperature scales. വ്യത്യസ്ത ടെമ്പറേച്ചർ സ്കെയിലുകൾ തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചില ഫെമിലിയർ ആയിട്ടുള്ള ടെമ്പറേച്ചർ സ്കെയിൽസ് ഉണ്ട്. ഏതൊക്കെയാണ്? കെൽവിൻ, ഫാരൻഹീറ്റ്, അതേപോലെ സെൽഷ്യസ്. ഇതല്ലാതെയും ടെമ്പറേച്ചർ സ്കെയിൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന ഫോർമുല നിങ്ങൾക്ക് ഏത് രണ്ട് ടെമ്പറേച്ചർ സ്കെയിൽ വേണമെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇക്വേഷൻ ഇതാണ്: റീഡിംഗ് ഓൺ എനി സ്കെയിൽ. ഏതാണ്? റീഡിംഗ് ഓൺ എനി സ്കെയിൽ മൈനസ് ആ സ്കെയിലിലെ ലോവർ ഫിക്സഡ് പോയിന്റ് ഡിവൈഡഡ് ബൈ ആ സ്കെയിലിലെ അപ്പർ ഫിക്സഡ് പോയിന്റ് മൈനസ് ആ സ്കെയിലിലെ ലോവർ ഫിക്സഡ് പോയിന്റ്. ഇത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇറ്റ് ഈസ് കോൺസ്റ്റൻ്റ് ഫോർ ഓൾ സ്കെയിൽസ്. ഏത് സ്കെയിൽ എടുത്താലും ഇത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഏത് രണ്ട് സ്കെയിലിനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഒരു എക്സാമ്പിൾ, അപ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യേണ്ടത് ഫാരൻഹീറ്റ് സ്കെയിലും അതേപോലെ സെൽഷ്യസ് സ്കെയിലും ആണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എഴുതാം: റീഡിംഗ് ഓൺ ഫാരൻഹീറ്റ് സ്കെയിൽ മൈനസ് ലോവർ ഫിക്സഡ് പോയിന്റ്. ലോവർ ഫിക്സഡ് പോയിന്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യുക മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് ആണ്. അപ്പോൾ ഇത് ഫാരൻഹീറ്റ് സ്കെയിൽ വരുന്നത് 32 ആണ്. ഡിവൈഡഡ് ബൈ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ആണ് അപ്പർ ഫിക്സഡ് പോയിന്റ്. അപ്പോൾ 212 മൈനസ് ലോവർ ഫിക്സഡ് പോയിന്റ് 32 അല്ലേ? ഇറ്റ് ഈസ് ഈക്വൽ ടു ഡിഗ്രി സെൽഷ്യസുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടതെങ്കിൽ ഡിഗ്രി സെൽഷ്യസിലെ റീഡിംഗ് മൈനസ് ഡിഗ്രി സെൽഷ്യസിലെ ലോവർ ഫിക്സഡ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് ഏതാ വരിക? 0 ആണ്. 0 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? ബൈ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ മൈനസ് അല്ലേ അപ്പർ ഫിക്സഡ് പോയിന്റ് മൈനസ് ലോവർ ഫിക്സഡ് പോയിന്റ്. അപ്പോൾ ഇത് ഇക്വേഷൻ വരിക ഇറ്റ് ഈസ് ഈക്വൽ ടു ഏതാ? TF മൈനസ് 32 ഡിവൈഡഡ് ബൈ 180 ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് വരിക TC ബൈ 100 അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എഴുതാം TF മൈനസ് 32 ഈക്വൽ ടു 180 ബൈ 100 എത്രയാണ്? 1.8 TC. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫാരൻഹീറ്റ് സ്കെയിലും അതേപോലെ സെൽഷ്യസും തമ്മിൽ കണക്ട് ചെയ്യാം. ഇതേപോലെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള സ്കെയിലും അറിയാത്ത സ്കെയിലും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ രൂപത്തിൽ അല്ലെങ്കിൽ ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ പറയേണ്ടത് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. ഏതാണ്? അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. അപ്പോൾ നിങ്ങൾക്കറിയാം വാട്ടറിൻ്റെ എക്സ്പാൻഷൻ ബിഹേവിയർ നിങ്ങൾ പഠിച്ചതാ. എന്താ? നോൺ ലീനിയറാണ് അല്ലേ? നോൺ ലീനിയറാണ്. അതേപോലെ തന്നെ നോർമൽ കേസിലുള്ള ലിക്വിഡിൻ്റെ എക്സ്പാൻഷൻ രൂപത്തിലല്ല, ഒരു അനോമലസ് എക്സ്പാൻഷനാണ്. അപ്പോൾ ഇവിടെ നോക്കുക, എന്താണ് വാട്ടറിൻ്റെ എക്സ്പാൻഷൻ ബിഹേവിയർ? അപ്പോൾ നിങ്ങൾ വാട്ടർ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ എവിടെ മുതൽ എവിടം വരെയാണ്? 0 ഡിഗ്രി മുതൽ 100 ഡിഗ്രീസ് വരെ അതല്ലേ വാട്ടർ? അപ്പോൾ ഇവിടെ 0 ഡിഗ്രി മുതൽ 100 ഡിഗ്രി വരെയുള്ള വാട്ടറിൻ്റെ കേസിൽ അവിടെ നിങ്ങൾ വാട്ടറിൻ്റെ വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള ഒരു ഗ്രാഫ് വരച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രാഫ് ഈ രൂപത്തിലാണ്. ഇങ്ങനെയുള്ള ഒരു ഗ്രാഫാണ് കിട്ടുക. അപ്പോൾ ഇവിടെ വോളിയം ശ്രദ്ധിക്കുക, ഇവിടെ വോളിയം ഏറ്റവും കുറവ് വരുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്.
വോളിയം ഏറ്റവും കുറവ് വരുന്നത് ഏതാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ ടെമ്പറേച്ചർ 4 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കുറഞ്ഞാലും കൂടിയാലും വാട്ടറിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഡെൻസിറ്റിയോ? അപ്പോൾ നിങ്ങൾ ഡെൻസിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫ് വരച്ചാൽ മാക്സിമം ഡെൻസിറ്റി വരിക ഏത് ടെമ്പറേച്ചറാണ്? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം അല്ലേ? അപ്പോൾ മാക്സിമം ഡെൻസിറ്റി വരിക ഏത് ടെമ്പറേച്ചറാണ്? 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇതിന് ഒരുപാട് ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ പറയുന്നില്ല. ഈ എക്സ്പാൻഷൻ ബിഹേവിയർ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ വോളിയം 4 ഡിഗ്രി സെൽഷ്യസിലാണ് വാട്ടറിന് മിനിമം വോളിയം ഉള്ളത്, അതേപോലെ മാക്സിമം ഡെൻസിറ്റി ഉള്ളത്. ഡെൻസിറ്റി എത്രയാണ്? നമ്മൾ വാട്ടറിൻ്റെ ഡെൻസിറ്റി പറയുക 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ 1 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ ഈ ഡെൻസിറ്റി പറഞ്ഞത് ശരിക്കും ഏത് ടെമ്പറേച്ചറിലാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ഇനി നമുക്ക് പറയേണ്ടത് ഡെൻസിറ്റി ഓഫ് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്. Density of solids and liquid with the temperature. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ലിക്വിഡിൻ്റെ ഡെൻസിറ്റി അതേപോലെ സോളിഡ്സിൻ്റെ ഡെൻസിറ്റിയിൽ എന്ത് ചേഞ്ച് ഉണ്ടാവും എന്നാണ് നമ്മളോട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് വിത്ത് ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. എക്സെപ്റ്റ് വാട്ടർ ഒഴികെ. വാട്ടറിൻ്റെ കേസിൽ ഒരു അനോമലസ് ബിഹേവിയറാണ്. അപ്പോൾ എക്സെപ്റ്റ് വാട്ടർ. അപ്പോൾ ഏതാ ഇക്വേഷൻ? ഡെൻസിറ്റി ഓഫ് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടിയ ഡെൻസിറ്റി കുറയും. അപ്പോൾ ഏതാ ഇക്വേഷൻ? റോ ഡാഷ് ഈക്വൽ ടു റോ ഇൻറ്റു 1 മൈനസ് ആൽഫ വി ഇൻറ്റു ഡെൽറ്റ ടി. ഇതാണ് ഇക്വേഷൻ. ഇതൊരു അപ്രോക്സിമേറ്റ് ഇക്വേഷനാണ്. റോ ഡാഷ് എന്ന് പറഞ്ഞാൽ ഫൈനൽ ഡെൻസിറ്റി, റോ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഡെൻസിറ്റി, ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ആൽഫ വി എന്ന് പറഞ്ഞാലോ ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. ഇനി നമുക്ക് ഇതിൽ പറയേണ്ടത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ ആൻഡ് ഐസ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ ആൻഡ് ഐസ്. വാട്ടറിൻ്റെയും ഐസിൻ്റെയും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി നിങ്ങൾക്ക് SIയിൽ പറയാം, അല്ലെങ്കിൽ കലോറി പെർ ഗ്രാം പറയാം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കലോറി പെർ ഗ്രാമിൽ പറയാണ് ഈസി. ഏതാണ്? 1 ഗ്രാം അല്ലേ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ ഏതാണ്? 1 ഗ്രാം അല്ല, 1 കലോറി ഗ്രാം ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ് അല്ലേ? ഇറ്റ് ഈസ് ഈക്വൽ ടു SIയിൽ പറയുകയാണെങ്കിൽ എത്രയാണ്? 4186 അല്ലേ? ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. അതേപോലെ ഐസിൻ്റെ വരുന്ന ഐസ് ഇതിൽ പറയുമ്പോൾ വളരെ ഈസിയാണ്. 0.5 ആണ്. 0.5 കലോറി ഗ്രാം ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ് ആണ്. ഓക്കെ ആണോ? ഇനി നമുക്ക് പറയേണ്ടത്, അപ്പോൾ നമ്മൾ പറഞ്ഞത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ്. ഇനി നമുക്ക് പറയേണ്ടത് ലാറ്റന്റ് ഹീറ്റ് ആണ്. നോക്കുക, ലാറ്റന്റ് ഹീറ്റ്. ലാറ്റന്റ് ഹീറ്റ് നമ്മൾ പറയാം. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ട്, അതേപോലെ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ വാട്ടറിൻ്റെ കേസ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ കേട്ടോ. നേരത്തെ നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞത് വാട്ടറിൻ്റെ കേസാണ്. അപ്പോൾ നേരത്തെ നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞു, അവിടെ വാട്ടറിൻ്റെയും ഐസിൻ്റെയും കേസ് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലാറ്റന്റ് ഹീറ്റ് നമ്മൾ പറയുന്നത് വാട്ടറിൻ്റെ കേസിലാണ്. വാട്ടറിൻ്റെ കേസിൽ തന്നെ 2 ലാറ്റന്റ് ഹീറ്റ് ഉണ്ട്. ഏതൊക്കെയാണ്? ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ട്, അതേപോലെ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഉണ്ട്. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷന് എത്രയാണ് ഇതിൻ്റെ വാല്യൂ വരുന്നത്? വാട്ടറിൻ്റെ കേസിൽ 3.33 ഇൻറ്റു 10⁵ ജൂൾ പെർ കിലോഗ്രാം അല്ലേ? ഇത് തന്നെ നമ്മൾ കലോറി പെർ ഗ്രാം പറയുകയാണെങ്കിൽ എത്രയാണ് വരിക? 80
80 calorie per gram ആണ്. ഇനി ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ LV ഇത് വരെ 22.6 into 10 raised to 5 22.6 into 10 raised to 5 joule per kilogram. ഇതേ കാര്യം തന്നെ നമ്മൾ കലോറി പെർ ഗ്രാം പറയുകയാണെങ്കിൽ ഇത് വരിക 540 കലോറി പെർ ഗ്രാം ആണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇതിൽ പറയേണ്ടത് ഹീറ്റ് കറന്റ്. ഹീറ്റ് ട്രാൻസ്ഫർ നമുക്കറിയാം 3 മെത്തേഡ് ഉണ്ട്. ത്രൂ കണ്ടക്ടർ ഉണ്ട്, അതേപോലെ മൂന്ന് മെത്തേഡ് ഉണ്ട്, 3 പ്രോസസ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. നമ്മൾ പറയുന്നത് ഫസ്റ്റ് മെത്തേഡ് കണ്ടക്ഷൻ. കണ്ടക്ഷനിൽ ഒരു കണ്ടക്ടറിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഹീറ്റ് കറന്റ് എന്നൊരു പാരാമീറ്റർ ഡിഫൈൻ ചെയ്യാം. ഏതാ ഹീറ്റ് കറന്റ് വരിക? ഇക്വേഷൻ വരുന്നത് KA by L into TC minus TD അല്ലേ? ഇതാണ് ഹീറ്റ് കറന്റ്. ഹീറ്റ് കറന്റ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ഫ്ലോ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഇവിടെ K എന്ന് പറഞ്ഞാൽ തെർമൽ കണ്ടക്ടിവിറ്റി, A എന്ന് പറഞ്ഞാൽ കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ, L ലെങ്ത്, TC എന്ന് പറഞ്ഞാൽ കണ്ടക്ടറിൻ്റെ ഒരു എൻഡ് ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവും. ആ ഹൈ ടെമ്പറേച്ചർ ഉള്ള ടെമ്പറേച്ചറാണ് TC. TD എന്ന് പറഞ്ഞാൽ ഏതാണ്? ലോ ടെമ്പറേച്ചറാണ്. ഇനി നമുക്ക് പറയേണ്ടത് ഇതിൻ്റെ തെർമൽ കണ്ടക്ടേഴ്സിൻ്റെ സീരീസ് ആൻഡ് പാരലൽ. Series and parallel combination of thermal conductors. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ സീരീസ് ആണ് പറയുന്നത്. സീരീസ് തന്നെ ഒരു സ്പെഷ്യൽ കേസ് മാത്രമേ നമുക്ക് പഠിക്കേണ്ടതുള്ളൂ. അപ്പോൾ നോക്കുക ഏതാണ് ആ സ്പെഷ്യൽ കേസ്? രണ്ട് കണ്ടക്ടർ ബട്ട് ഒരേ ക്രോസ് സെക്ഷൻ ഏരിയ ആണ്. രണ്ട് കണ്ടക്ടർ എന്നാൽ തെർമൽ കണ്ടക്ടറാണ് പറയുന്നത്. രണ്ട് തെർമൽ കണ്ടക്ടർ ഒരേ ക്രോസ് സെക്ഷൻ ഏരിയ. അപ്പോൾ ക്രോസ് സെക്ഷൻ ഏരിയ A ആണ്, ബട്ട് ലെങ്ത് L1 L2 ആണ്. തെർമൽ കണ്ടക്ടിവിറ്റി വരുന്നത് K1 K2 ആണ്. ഇത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്ത്. അപ്പോൾ ഇവിടെ ഇഫക്റ്റീവ് കണ്ടക്റ്റൻസ് നമ്മൾ പറയാം KS. ഇക്വേഷൻ എഴുതുക L1 പ്ലസ് L2 ഡിവൈഡഡ് ബൈ KS. KS എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ് കണ്ടക്ടിവിറ്റി ഇൻ സീരീസ് കോമ്പിനേഷൻ. തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു L1 by K1 പ്ലസ് L2 by K2. ഇനി ഇവിടെ ലെങ്ത്തും കൂടി സെയിം ആണെങ്കിലോ ഏതാ ഇക്വേഷൻ വരിക? L എല്ലാ സൈഡും കട്ട് ചെയ്തു. അപ്പോൾ 2 by KS ഈക്വൽ ടു 1 by K1 പ്ലസ് 1 by K2. ഇനി ഇവിടെ തന്നെ നമുക്ക് പാരലൽ കോമ്പിനേഷൻ പറയാം. പാരലൽ കോമ്പിനേഷനിൽ നമ്മളൊരു സ്പെഷ്യൽ കേസ് മാത്രമേ പറയുന്നുള്ളൂ. ഏതാ സ്പെഷ്യൽ കേസ്? രണ്ട് കണ്ടക്ടർ ഒരേ ലെങ്താണ്, അത് പാരലലായിട്ട് കണക്ട് ചെയ്യാണ്. അപ്പോൾ ലെങ്ത് സെയിം ആണ്, ബട്ട് ക്രോസ് സെക്ഷണൽ ഏരിയ A1 A2 ആണ്. അതേപോലെ തെർമൽ കണ്ടക്ടിവിറ്റി വരുന്നത് K1 K2 ആണ്. അപ്പോൾ ഇവിടെ ഇഫക്റ്റീവ് കണ്ടക്ടിവിറ്റി നമ്മൾ KP എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. KPൻ്റെ ഇക്വേഷൻ വരിക ഇഫക്റ്റീവ് കണ്ടക്ടിവിറ്റി ഇൻ പാരലൽ കോമ്പിനേഷൻ. ഇതാണ് അർത്ഥം. ഏതാ ഇക്വേഷൻ വരുന്നത്? K1 A1 പ്ലസ് K2 A2 ഡിവൈഡഡ് ബൈ K1 A1 പ്ലസ് K2 A2 ഡിവൈഡഡ് ബൈ A1 പ്ലസ് A2. ഇതാണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിൽ പറയേണ്ടത് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. എന്താ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്? ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് നമുക്കറിയാം. The rate of cooling is directly proportional to the temperature difference അല്ലേ, between the hot body and surrounding. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട ഒരു ബേസിക് ഇക്വേഷൻ, നമ്മൾ പ്രോബ്ലത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ ഏതാണ്? dT2 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 ഈക്വൽ ടു മൈനസ് K ഇൻറ്റു dt അല്ലേ. ഇവിടെ dT2 എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓഫ് ദ ഹോട്ട് ബോഡി. T2 എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഓഫ് ദ ഹോട്ട് ബോഡി. T1 എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ്. K എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്.
dt എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാനെടുത്ത ആ ചെറിയ ടൈം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിൽ മനസ്സിലാക്കേണ്ടത്. ഇത് സാധാരണ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഇനി ഇതിൽ വളരെ പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ, എൻട്രൻസ് എക്സാമിന് കൂടുതൽ സാധ്യതയുള്ള 2 ഏരിയ. അതിലൊന്നാമത്താണ് സ്റ്റെഫൻ ബോൾട്ട്സ്മാൻ ലോ. ഏതാണ്? സ്റ്റെഫൻ ബോൾട്ട്സ്മാൻ ലോ. സ്റ്റീഫൻ എന്ന് വായിക്കും ചിലപ്പോൾ ചില ആളുകൾ. അപ്പോൾ സ്റ്റെഫൻ ബോൾട്ട്സ്മാൻ ലോ. ഏതാ സ്റ്റെഫൻ ബോൾട്ട്സ്മാൻ ലോ? ഇത് നമ്മൾ ബ്ലാക്ക് ബോഡി സ്പെക്ട്രവുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നതാണ് അല്ലേ? ഒരു ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്ന എനർജി പെർ സെക്കൻഡ്. അപ്പോൾ ഇതാണ്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് റേഡിയേഷൻ, റേറ്റ് ഓഫ് എനർജി റേഡിയേഷൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി ആണെങ്കിൽ ആ ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്ന എനർജി പെർ സെക്കൻഡ് ഇക്വേഷൻ വരിക A ഇൻറ്റു സിഗ്മ ഇൻറ്റു T⁴. സിഗ്മ എന്ന് പറഞ്ഞാൽ സ്റ്റെഫൻ ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻ്റ് ആണ്. A എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബോഡിയുടെ ഏരിയ ആണ്. T എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബോഡിയുടെ ടെമ്പറേച്ചറാണ്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞത് ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡിയാണ്. ഏതാണ്? പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ബോഡിയാണ്. ഇനി ബ്ലാക്ക് ബോഡി പെർഫെക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഫോർമുല ആണ്. ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. സിഗ്മ A E എന്നുള്ള ഒരു ടേം വരും ഇൻറ്റു T⁴. E എന്ന് പറഞ്ഞാൽ എമിസിവിറ്റി ആണ് ഉദ്ദേശിച്ചത്. എമിസിവിറ്റീൻ്റെ വാല്യൂ പ്രോബ്ലത്തിൽ തരും. ഓക്കെ, എമിസിവിറ്റീൻ്റെ വാല്യൂ വരുന്നത് 0ൻ്റെയും 1ൻ്റെയും ഇടയിലാണ്. പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി ആണെങ്കിൽ ഈ 1 ആണ്. അപ്പോൾ മുകളിലെ ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് എനി ഹോട്ട് ബോഡി, ഏത് ഹോട്ട് ബോഡിയിൽ അപ്ലൈ ചെയ്യാം. ഇനി ഇവിടെ തന്നെ ഇഫ് ദ ബോഡി ഈസ് പ്ലേസ്ഡ് ഇൻ എ സറൗണ്ടിങ്, ഇപ്പോൾ പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി ആണെങ്കിലും ഹോട്ട് ബോഡി ആണെങ്കിലും, ഇഫ് ദ ബോഡി ഈസ് പ്ലേസ്ഡ്, ഇഫ് ദ ബോഡി ഈസ് പ്ലേസ്ഡ്, എവിടെ പ്ലേസ് ചെയ്താൽ? ഇൻ എ സറൗണ്ടിങ്, in a surrounding of temperature, in a surrounding of temperature Ts. Ts എന്ന് പറഞ്ഞാൽ സറൗണ്ടിങ്ങിൻ്റെ ടെമ്പറേച്ചർ. അങ്ങനെ ഒരു സറൗണ്ടിങ്ങിലാണ് ഇത് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ മുകളിൽ പറഞ്ഞ 2 ഇക്വേഷനിലും മാറ്റം ഉണ്ടാവും. എന്താ മാറ്റം ഉണ്ടാവുക? ചെറിയൊരു മാറ്റം ശ്രദ്ധിക്കുക. A സിഗ്മ ഫസ്റ്റ് ഇക്വേഷനിലുള്ള മാറ്റം T⁴ മൈനസ് Ts⁴ എന്ന് വരും. അതേപോലെ രണ്ടാമത്തെ ഇക്വേഷനിലും മാറ്റം വരും. H ഈക്വൽ ടു, ഏതാ ഇക്വേഷൻ വരിക? H ഈക്വൽ ടു A സിഗ്മ A E അല്ലേ, സിഗ്മ T⁴ എന്നുള്ളടുത്ത് T⁴ മൈനസ് Ts⁴ എന്ന് വരും. അപ്പോൾ Ts എന്ന് ഉദ്ദേശിച്ച ഏതാണ്? ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ് ആണ്. ഇനി നമുക്ക് ഇതിൽ പറയേണ്ടത് Wien's displacement law. Wien's displacement law. എന്താ വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ? വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ പറയുന്നത് ഒരു ബ്ലാക്ക് ബോഡി സ്പെക്ട്ര റേഡിയേഷൻ്റെയും ഇൻറ്റൻസിറ്റി സെയിം ആയിരിക്കില്ല. എല്ലാ റേഡിയേഷൻ്റെയും ഇൻറ്റൻസിറ്റി സെയിം ആയിരിക്കില്ല എന്ന് പറഞ്ഞ അർത്ഥം ബ്ലാക്ക് ബോഡിയിൽ ഒരു റേഞ്ച് ഓഫ് വേവ് ലെങ്ത് ഉണ്ടാവും. അവിടെ ചില വേവ് ലെങ്ത് കൂടുതലായിട്ട് എമിറ്റ് ചെയ്യും. കൂടുതലായിട്ട് എമിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലാണ്. അപ്പോൾ എല്ലാ വേവ് ലെങ്ത്തും ഒരേ ഇൻറ്റൻസിറ്റിയിലല്ല എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാക്സിമം ഇൻറ്റൻസിറ്റി ഉള്ള വേവ് ലെങ്ത്, ഒരു ബ്ലാക്ക് ബോഡി സ്പെക്ട്രത്തിൽ മാക്സിമം ഇൻറ്റൻസിറ്റി ഉള്ള വേവ് ലെങ്ത്, മാക്സിമം ഇൻറ്റൻസിറ്റി ഉള്ള വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് എമിറ്റ് ചെയ്യുന്ന വേവ് ലെങ്ത്, അത് ബ്ലാക്ക് ബോഡിയുടെ ടെമ്പറേച്ചറുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ λm × T = കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതാണ് വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ. ഒരു ബ്ലാക്ക് ബോഡി സ്പെക്ട്രത്തിൽ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനിലെ മാക്സിമം ഇൻറ്റൻസിറ്റി ഉള്ള വേവ് ലെങ്ത്, അതായത് കൂടുതലായിട്ട് എമിറ്റ് ചെയ്യുന്ന വേവ് ലെങ്ത് ബ്ലാക്ക് ബോഡിയുടെ ടെമ്പറേച്ചറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ
കൂടുതലായിട്ട് എമിറ്റ് ചെയ്യുന്ന വേവ് ലെങ്ത്തിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? വേവ് ലെങ്ത്ത് കുറഞ്ഞ അതായത് വേവ് ലെങ്ത്ത് കുറഞ്ഞ വേവ് ലെങ്ത് ആണ് കൂടുതലായിട്ട് എമിറ്റ് ചെയ്യുക. അതായത് വേവ് ലെങ്ത്തിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. അപ്പോൾ ഇത്രയാണ് ഇതിൽ പ്രധാനപ്പെട്ട തിയറി ഭാഗം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോവാം. ശ്രദ്ധിക്കുക. അപ്പോൾ നോക്കുക, ക്വസ്റ്റ്യൻ നമ്പർ 1, ദ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ് സ്കെയിൽ. ഫാരൻഹീറ്റ് സ്കെയിലെ അബ്സല്യൂട്ട് സീറോ. അപ്പോൾ നമുക്കറിയാം അബ്സല്യൂട്ട് സീറോ ഇൻ ഡിഗ്രി സെൽഷ്യസിൽ എത്രയാണ്? -273.15 അല്ലേ? കെൽവിൻ സ്കെയിൽ എത്രയാണ്? 0 ആണ്. ഫാരൻഹീറ്റ് സ്കെയിൽ വരുന്നത് -459.67 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഇതാണ് അതിൻ്റെ കറക്റ്റ് വാല്യൂ. അപ്പോൾ ഇതിനോട് ക്ലോസർ ആയിട്ടുള്ള വാല്യൂ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ഡയറക്റ്റ് തിയറി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 ഓപ്ഷൻ സി വരും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. At what temperature the centigrade, Celsius and Fahrenheit readings are same? അപ്പോൾ അത് നിങ്ങൾക്ക് കാണാതെ പഠിച്ചു വെക്കാവുന്നതാണ്. -40 അങ്ങനെ ചോദിക്കാറുണ്ട്. ഇനി വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഫാരൻഹീറ്റും അതേപോലെ ഡിഗ്രി സെൽഷ്യസും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? TF - 32 അല്ലേ, ഈക്വൽ ടു 1.8 ടൈംസ് TC. നമ്മൾ നേരത്തെ എഴുതിയതാണ്. അപ്പോൾ ഇത് രണ്ടും സെയിം ആവുക, TFും TCയും സെയിം ആവുക. അപ്പോൾ അതിന് ഞാൻ T എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ T - 32 ഈക്വൽ ടു 1.8 ഇൻറ്റു T അല്ലേ? അപ്പോൾ ഇത് വരിക 1 - 1.8 0.8 T വരും. സോറി 1 - 1.8 അപ്പോൾ -0.8 T ഈക്വൽ ടു 32. അപ്പോൾ T എത്രയാണ് വരിക? 32/0.8 പിന്നെ ഒരു മൈനസ് സൈൻ അല്ലേ? അപ്പോൾ 32/0.8 എത്രയാണ്? 32/0.8 32/8 4 അല്ലേ? അപ്പോൾ 0.8 എന്ന് പറയുമ്പോൾ 40 വരും. അപ്പോൾ ഇതാണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 2 ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ എ ആണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Question number 3, the coefficient of volume expansion of a liquid. അപ്പോൾ ആൽഫ വി തന്നിട്ടുണ്ട്. ആൽഫ വി എത്രയാ? 49 × 10⁻⁻5 അല്ലേ? കാൽക്കുലേറ്റ് ദ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഇറ്റ്സ് ഡെൻസിറ്റി വെൻ ദ ടെമ്പറേച്ചർ ഈസ് റേസ്ഡ് ബൈ 30 ഡിഗ്രി. അപ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. എത്രയാ? ∆T = 30 ഡിഗ്രി. അപ്പോൾ നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഡെൻസിറ്റി. അപ്പോൾ ഡെൻസിറ്റി നിങ്ങൾക്കറിയാം. ഏതാ ഇക്വേഷൻ? ρ' = ρ × 1 - α v × ∆T അല്ലേ? ടെമ്പറേച്ചർ കൂടിയാൽ ഡെൻസിറ്റിയിലുള്ള ചേഞ്ച്. അപ്പോൾ ഇവിടെ ρ'/ρ എടുക്കാം. ഏതാ വരിക? 1 - α v ∆T അല്ലേ? ഇനി ഈ 1നെ ലെഫ്റ്റിലേക്ക് എടുക്കുക. അപ്പോൾ ρ'/ρ -1 ഏതാ വരിക? -α v × ∆T. ആം ഐ കറക്റ്റ്? അപ്പോൾ ഇതെങ്ങനെ എഴുതാം? ρ' - ρ അല്ലേ ഡിവൈഡഡ് ബൈ ρ. റൈറ്റ് ഹാൻഡ് സൈഡ് വരിക -α v × ∆T അല്ലേ? ρ' - ρ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡെൻസിറ്റി അല്ലേ? ബൈ ഒറിജിനൽ. ഇതാണ് -α v × ∆T. ഇതാണ് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഡെൻസിറ്റി. എന്താ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ? ചേഞ്ച് ഇൻ ഡെൻസിറ്റി ബൈ ഒറിജിനൽ ഡെൻസിറ്റി. അപ്പോൾ ഏതാ ഇക്വേഷൻ വരിക? -α v. ആൽഫ വി തന്നതിൻ്റെ എത്രയാണ്? 49 × 10⁻5 അല്ലേ? ഇൻറ്റു ∆T. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയാണ്? 30. അപ്പോൾ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ ആൻസറായി. ക്വസ്റ്റ്യൻ നമ്പർ 3 ഏത് ആൻസറാണ് വരിക? ഓപ്ഷൻ സി ആണ് വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾ കിട്ടുക സി അല്ലേ നോക്കുക അല്ലേ? 3 × 9 30 അല്ലേ?
3 into 9 എത്രയാ 27 2. Then 3 into 4 12 plus 2 147. 147 into 10 raised to minus 4 വരും അല്ലേ. അപ്പോൾ മൈനസ് 1.47 1.47 എന്ന് പറഞ്ഞാൽ 1.5 എന്ന് എഴുതുക ഇൻറ്റു 10 റൈസ് ടു മൈനസ് 2. ഇനി ഓപ്ഷനിൽ നെഗറ്റീവ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ പോസിറ്റീവ് വാല്യൂ എടുത്താൽ. എന്തുകൊണ്ടാണ് നെഗറ്റീവ് വരുന്നത്? ടെമ്പറേച്ചർ കൂടിയാൽ ഡെൻസിറ്റി കുറയും. ആ കുറയുന്നതാണ് ഏത് കാണിച്ചത്? നെഗറ്റീവ് സൈൻ. ഇനി നമുക്ക് പറയേണ്ടത് ക്വസ്റ്റ്യൻ നമ്പർ 4. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ an iron bar of length 10 meter അല്ലേ. ലെങ്ത് തന്നിട്ട് എത്രയാണ്? 10 meter is heated from 0 to 100 degree. അപ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ തന്നിട്ട് എത്രയാ? 100 degree Celsius. if the coefficient of linear expansion ആൽഫ എൽ തന്നിട്ടുണ്ട് എത്രയാണ്? 10 into 10 raised to minus 6. അപ്പോൾ 10 raised to minus 5. the increase in length of bar. അപ്പോൾ ഡെൽറ്റ എൽ. ഡെൽറ്റ എല്ലിൻ്റെ ഇക്വേഷൻ ഏതാണ്? എൽ ഇൻറ്റു ആൽഫ എൽ ഇൻറ്റു ഡെൽറ്റ ടി അല്ലേ. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസറായി. അപ്പോൾ 10 ഇൻറ്റു ആൽഫ എൽ. ആൽഫ എൽ എത്രയാ? 10 raised to minus 5. ഡെൽറ്റ ടി എത്രയാണ്? 100. അപ്പോൾ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ 10 raised to minus 2 വരും. അത്രയും മീറ്റർ. അപ്പോൾ ഇത് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഏതാ വരിക? 1. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 4 ഏതാ ആൻസർ വരിക? ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4 ഓപ്ഷൻ ബി വരും. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 5. A rod of silver at 0 degree Celsius is heated to 100 degree Celsius. Its length is increased by 0.19 centimeter. The coefficient of cubical expansion of the silver rod 0.19 centimeter അല്ലേ. പിന്നെ പ്രോബ്ലത്തിൽ തന്നത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് എത്രയാണ്? 100. 0 to 100 എന്ന് പറഞ്ഞാൽ 100. നിങ്ങളോട് ചോദിച്ച കോഎഫിഷ്യൻ്റ് ഓഫ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ ആണ്. അപ്പോൾ ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഈ റോഡിൻ്റെ ലെങ്ത്ത് തരണം. അപ്പോൾ അത് നിങ്ങൾ പ്രോബ്ലത്തിൻ്റെ കൂടെ കൂട്ടി വെച്ചാൽ മതി. എ റോഡ് ഓഫ് 100 centimeter ലെങ്ത്. അങ്ങനെ പ്രോബ്ലത്തിൽ തരും. അങ്ങനെ തന്നെങ്കിലേ പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പോൾ എ റോഡ് ഓഫ് 100 centimeter. അപ്പോൾ ലെങ്ത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ലെങ്ത്ത് തന്നിട്ടുണ്ട് 100 centimeter. അപ്പോൾ ഇനി നിങ്ങൾക്ക് ചെയ്യാം. ഏതാ ഇക്വേഷൻ? ഡെൽറ്റ എൽ ഈക്വൽ ടു എൽ ഇൻറ്റു ആൽഫ എൽ ഇൻറ്റു ഡെൽറ്റ ടി അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ആൽഫ എൽ കാൽക്കുലേറ്റ് ചെയ്യാം. ആൽഫ എൽ ഏതാ വരിക? ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടി അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡെൽറ്റ എൽ എത്രയാണ് വരിക? 0.19 സെൻറ്റിമീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ എൽ. എൽ എത്രയാണ്? 100 centimeter. ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയാണ്? 100. അപ്പോൾ സെൻറ്റിമീറ്റർ കട്ട് ചെയ്തോ. ഇത് കിട്ടിയ 0.19 ഇൻറ്റു 10 raised to minus 4 അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എഴുതാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 1.9 ഇൻറ്റു 10 raised to minus 5. അപ്പോൾ ഇത് ആൽഫ എൽ ആണ്. നമ്മളോട് ചോദിച്ചത് ആൽഫ വി ആണ്. ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. അപ്പോൾ 3 times ആൽഫ എൽ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ ഇത് കിട്ടുക 3 ഇൻറ്റു ആൽഫ എൽ 1.9 ഇൻറ്റു 10 raised to minus 5. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 5.7 ഇൻറ്റു 10 raised to minus 5. അപ്പോൾ ഏതാ നമ്മൾ ഓപ്ഷൻ വരിക? ഓപ്ഷൻ ഏതാ? എ ആണ് വരിക. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വർക്ക് ഡൺ ഇൻ കൺവേർട്ടിംഗ് 1 gram of ice at minus 10 degree Celsius into steam at 100 degree Celsius. അപ്പോൾ minus 10 degree Celsiusലുള്ള ഐസ് ഏതാക്കി മാറ്റണം? സ്റ്റീമാക്കി മാറ്റണം. ഏത് സെൽഷ്യസിലേക്ക്? 100 degree Celsius. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നോക്കാം. മാസ് തന്നിട്ടുണ്ട് എത്രയാണ്? 1 gram ആണ്.
അല്ലേ? അപ്പോൾ ഈ -10 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റീമിനെ -10 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസിനെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഐസാക്കി മാറ്റണം. പിന്നെ 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഐസ് ഏതാക്കി മാറ്റണം? 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ ആക്കി മാറ്റണം. ദെൻ 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ ഏതാക്കി മാറ്റുക? 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ ആക്കി മാറ്റുക. ദെൻ 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ ഏതാക്കി മാറ്റുക? 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള സ്റ്റീം ആക്കി മാറ്റുക. അപ്പോൾ ഇതിന് വേണ്ട വർക്ക് ഡൺ. ഫസ്റ്റ് കേസിൽ Q1 ഹീറ്റ് ഏതാ വേണ്ടത്? M ഇൻറ്റു ലാറ്റൻറ്റ് ഹീറ്റോ M ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ് അല്ലേ? അപ്പോൾ M ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഐസ് ഇൻറ്റു ഡെൽറ്റ ടി. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മാസ് ഗ്രാമിൽ, അപ്പോൾ ഗ്രാമിലുള്ള ഇക്വേഷൻ ഉപയോഗിക്കുക, അതാണ് ഈസി. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഐസ് 0.5 ഇൻറ്റു ഡെൽറ്റ ടി എത്രയാണ് വരുന്നത്? 10. അപ്പോൾ ഇത് എത്രയാണ് വരിക? 5 കലോറി വരും. ഓക്കെ. രണ്ടാമത്തെ കേസ് Q2. അപ്പോൾ നമ്മൾ എടുത്ത സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ കലോറി ഗ്രാം ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്, അതാണ് ഉപയോഗിച്ചത് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ കേസ് ഏതാ ഇക്വേഷൻ വരിക? Q ഈക്വൽ ടു ഇവിടെ ഫേസ് ട്രാൻസിഷനാണ്, അപ്പോൾ ലേറ്റൻറ്റ് ഹീറ്റാണ് വരിക M ഇൻറ്റു LF അല്ലേ? M എത്രയാണ് വരുന്നത്? 1 അല്ലേ? ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എത്രയാണ്? 80. അപ്പോൾ ഏതാ വരിക? 80 കലോറി വരും. അടുത്ത കേസ് Q3 ഏതാ വരിക? M ഇൻറ്റു S ഇൻറ്റു ഡെൽറ്റ ടി, ടെമ്പറേച്ചർ ചേഞ്ച്. അപ്പോൾ 1 ഇൻറ്റു വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി 1 ഗ്രാം കിലോഗ്രാം 1 ഗ്രാം ഇൻവേഴ്സ് 1 കലോറി ഗ്രാം ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ് അല്ലേ? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയാണ്? 100 ആണ്. അപ്പോൾ നമ്മളെ വാല്യൂ വരിക 100 കലോറി. ക്ലിയർ അല്ലേ? Q4 നോക്കുക. Q4 ഏതാണ്? ഫേസ് ട്രാൻസിഷൻ ആണ്, അപ്പോൾ M ഇൻറ്റു LV ആണ് വരിക. അപ്പോൾ M1 LV എത്രയാണ്? ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എത്രയാണ്? 540 ആണ്. അപ്പോൾ ഇത് വരിക 540 കലോറി. നമ്മൾ കലോറി ഗ്രാം ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സിലെ വാല്യൂ ഉപയോഗിച്ചു. അപ്പോൾ ഇതെല്ലാം കൂടി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ ടോട്ടൽ ഹീറ്റായി. അപ്പോൾ ഏതാ വരിക? Q ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3 അല്ലേ? 540 പ്ലസ് 100 എത്രയാണ്? 640 അല്ലേ? 640യും 80യും 720. അപ്പോൾ 725 കലോറി. ഇനി ഇതിനെ ജൂളിലേക്ക് മാറ്റണമെങ്കിൽ 725 ഇൻറ്റു 4.2 അല്ലേ? 1 കലോറി പറഞ്ഞാൽ 4.2 ജൂളാണ്. അപ്പോൾ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ നിയർലി എത്ര കിട്ടും? 3045. അപ്പോൾ ഏത് ഓപ്ഷനാണ്? ക്വസ്റ്റ്യൻ നമ്പർ 6 ഓപ്ഷൻ എ വരും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. വാട്ടർ ഈസ് യൂസ്ഡ് ടു കൂൾ ദ റേഡിയേറ്റേഴ്സ് ഓഫ് എൻജിൻ ഇൻ കാർസ് ബിക്കോസ്. എന്താ വാട്ടറിൻ്റെ പ്രത്യേകത? ലിക്വിഡിൽ വെച്ച് നോക്കുമ്പോൾ വാട്ടറിനാണ് ഏറ്റവും ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അല്ലേ? അപ്പോൾ ഈ ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ് വാട്ടറിനെ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? ആസ് എ കൂളൻറ്റ്. എവിടെ? ഇൻ ഓട്ടോമൊബൈൽ റേഡിയേറ്റേഴ്സ്. അപ്പോൾ ഏതാ വരിക? ഓപ്ഷൻ ബി അല്ലേ? ഓഫ് ഇറ്റ്സ് ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. എന്താ ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അർത്ഥം? 1 ഡിഗ്രി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഒരുപാട് ഹീറ്റ് സപ്ലൈ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് കാറിൽ കൂളൻ്റ് ആയിട്ട് ഉപയോഗിക്കാം. കാറിൻ്റെ റേഡിയേറ്ററിൽ കൂളൻ്റ് ആയിട്ട് ഉപയോഗിക്കാം. അതേപോലെ ഇത് ഹീറ്ററായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എവിടെ? ഹോട്ട് വാട്ടർ ബാഗിൽ അതേപോലെ വാട്ടർ ബെഡിൽ ഇവിടൊക്കെ ഇത് ഹീറ്ററായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഇതിൻ്റെ കാരണം? ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The coefficient of thermal conductivity of copper is 9 times that of steel. അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് കോപ്പർ എത്രയാണ്? 9 times that of steel ആണ്. പിന്നെ ഇവിടെ 2 സിലിണ്ടർ കോപ്പർ ഉണ്ട് സ്റ്റീൽ ഉണ്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? വാട്ട് വിൽ ബി ദ ടെമ്പറേച്ചർ അറ്റ് ദ ജംഗ്ഷൻ? അപ്പോൾ ഈ ജംഗ്ഷനിലുള്ള ടെമ്പറേച്ചർ, അപ്പോൾ ഈ ഫിഗർ ഒന്ന് നോക്കുക. ഈ എൻഡിൽ 100 ആണ്,
അല്ലേ? ഈ എൻഡിൽ എത്രയാ? 0 ആണ്. അപ്പോൾ ഈ ജംഗ്ഷനിൽ ഞാൻ ടി എന്ന് കൊടുക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഇങ്ങനെ രണ്ട് കണ്ടക്ടർ കണക്ട് ചെയ്താൽ രണ്ട് കണ്ടക്ടറിലെയും ഹീറ്റ് കറണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. H1 ഈക്വൽ ടു H2 ആണ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഹീറ്റ് കറണ്ടിൻ്റെ ഇക്വേഷൻ ഏതായിരുന്നു? നമ്മൾ നേരത്തെ പഠിച്ചു. H ഈക്വൽ ടു KA/L ഇൻറ്റു TC മൈനസ് TD, ഹയർ ടെമ്പറേച്ചർ മൈനസ് ലോവർ ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ H1 എങ്ങനെ എഴുതാം? KC അല്ലേ? A ക്രോസ് സെക്ഷണൽ ഏരിയ രണ്ടിനും സെയിം ആണ്. അപ്പോൾ എന്ന് എടുക്കാം. ലെങ്ത് ഇവിടെ 18 ആണ്. ഇൻറ്റു TC മൈനസ് TD എത്രയാണ്? ഹയർ 100 മൈനസ് ലോവർ എത്രയാണ്? T. അപ്പോൾ ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കുക. ഏതാ? സ്റ്റീലിലെ KS ഇൻറ്റു ക്രോസ് സെക്ഷണൽ ഏരിയ സെയിം ആണ്. അപ്പോൾ A തന്നെ. ലെങ്ത് എത്രയാ? 6 ആണ്. ഇൻറ്റു ഏതാ? ഹയർ മൈനസ് ലോവർ. അപ്പോൾ ഏതാ? T മൈനസ് ലോവർ എത്രയാ? 0 ആണ്. അപ്പോൾ രണ്ട് സൈഡും നിങ്ങൾ നോക്കിയാൽ അല്ലേ, A കോമൺ ആണ്, കട്ട് ചെയ്തു. അപ്പോൾ ബാക്കിയുള്ള ടേം നോക്കുക. KC ബൈ ഇവിടെ 18 ഉണ്ട്, ഇവിടെ 6 ഉണ്ട് അല്ലേ? അപ്പോൾ എത്രയാ? 3 വരും. ഇൻറ്റു 100 മൈനസ് T അല്ലേ? ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് എത്രയാ വരിക? KS ഇൻറ്റു T. ഇനി പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് KC എന്ന് പറഞ്ഞാൽ 9 ടൈംസ് KS ആണ്. അപ്പോൾ ഇവിടെ 9/3 വരും. KS കട്ട് ചെയ്തു. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ റൈറ്റ് ഹാൻഡ് സൈഡ് ആയിട്ട് എഴുതാം. നോക്കുക, ഇവിടെ നോക്കുക. KC എത്രയാണ്? 9 ടൈംസ് KS ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 100 മൈനസ് T ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് വരിക ഏതാണ്? KS ഇൻറ്റു T അല്ലേ? അപ്പോൾ KS കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഏതാ? 3 വരും. 300 മൈനസ് 3T അല്ലേ? ഈക്വൽ ടു T വരും. അപ്പോൾ ഏതാ വരിക? 4T ഈക്വൽ ടു 300. അപ്പോൾ T എത്രയാണ് വരിക? T ഈക്വൽ ടു 75. അപ്പോൾ ഏതാ നമ്മളെ ആൻസർ വരിക? ക്വസ്റ്റ്യൻ നമ്പർ 8 ആൻസർ വരിക ഓപ്ഷൻ A ആണ്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Two roads A and B are of equal length. രണ്ട് റോഡിൻ്റെ അതിൻ്റെ ലെങ്ത് സെയിം ആണ് അല്ലേ? Their ends are kept between the same temperature. അപ്പോൾ TC മൈനസ് TD രണ്ടിലും സെയിം ആണ്. And their area of cross section are A1 and A2. Thermal conductivity K1 and K2. The rate of heat transmission in the two roads will be equal if heat transmission ഏതാ ഇക്വേഷൻ? KA/L ഇൻറ്റു TC മൈനസ് TD അല്ലേ? ഇനി നോക്കുക, ഇതിൽ ഏതൊക്കെ പാരാമീറ്ററാണ് സെയിം ആയിട്ട് തന്നത്? TC മൈനസ് TD സെയിം ആണ് അല്ലേ? ലെങ്ത് സെയിം ആണ്, ക്ലിയർ ആണ്? എച്ചും സെയിം ആണ് അല്ലേ? വിൽ ബി ഈക്വൽ എന്നാണ് പറഞ്ഞത്. ദ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ ടു റോഡ്സ് വിൽ ബി ഈക്വൽ. അപ്പോൾ ആര് സെയിം ആയിരിക്കണം? K ഇൻറ്റു A സെയിം ആയിരിക്കണം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം? K1A1 ഈക്വൽ ടു ഏതാണ്? K2A2. അപ്പോൾ ഏതാ ആൻസർ വരിക? K1A1 ഈക്വൽ ടു K2A2. അപ്പോൾ ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ B വരും അല്ലേ? ക്ലിയർ അല്ലേ? ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. It is hotter for the same distance over the top of a fire than it is in the side of it, mainly because. എന്താ അതിൻ്റെ കാരണം? നമ്മളൊരു ഫയറിൻ്റെ മുകളിൽ കൈവച്ചാൽ, ഫയറിലല്ല അതിൻ്റെ മുകളിൽ കൈവച്ചാൽ അവിടേക്ക് ഏത് മെത്തേഡിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്? ബൈ കൺവെക്ഷൻ എന്നുള്ള മെത്തേഡ് ഉണ്ട്. അതേസമയം നിങ്ങൾ സൈഡിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ ഏത് മാത്രമേ ഉള്ളൂ? റേഡിയേഷൻ. അപ്പോൾ മുകളിലാണെങ്കിൽ അവിടെ കൺവെക്ഷനും ഉണ്ട് റേഡിയേഷനും ഉണ്ട്. സൈഡിലാവുമ്പോൾ ഏത് മാത്രമേ ഉള്ളൂ? റേഡിയേഷൻ. അതുകൊണ്ട് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്താ? കൺവെക്ഷൻ ടേക്സ് പ്ലേസ്, മോർ ഹീറ്റ് അപ്വേർഡ്സ്. അപ്പോൾ ഏത് ഓപ്ഷനാണ്? C ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ എന്ത് തോന്നുന്നത്? ടെമ്പറേച്ചർ, നല്ല ടെമ്പറേച്ചർ കിട്ടുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 10 ആൻസർ ഏതാ വരിക? C ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ.
If a black wire of platinum is heated, then its color first appear red, then yellow and finally white. അപ്പോൾ ഫസ്റ്റ് അപ്പിയർ ചെയ്ത കളറാണ് റെഡ്. റെഡിൽ നിന്ന് പിന്നെ അങ്ങോട്ടാണ് പോകുന്നത് യെല്ലോ, പിന്നെ അങ്ങോട്ടാണ് വൈറ്റിലേക്ക്. അപ്പോൾ ഇത് ഏത് ലോ വെച്ച് പറയാം? ഏത് ലോ വെച്ച് പറയാം? നമുക്ക് വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ പറയാം. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ലാംഡ എം എന്ന് പറഞ്ഞാൽ കൂടുതൽ എമിറ്റ് ചെയ്യുന്ന വേവ് ലെങ്ത്, അതിൻ്റെ വാല്യൂ കുറയും. കൂടുതൽ എമിറ്റ് ചെയ്യുന്ന ഈ വേവ് ലെങ്ത് ഏതാണോ അതാണ് നിങ്ങൾ കാണുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം വൈറ്റ് ലൈറ്റിൽ ഏതൊക്കെയാണ്? വൈറ്റ് ലൈറ്റിൽ നമുക്കുള്ളത് വയലറ്റ്, ഇൻഡിഗോ അല്ലേ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് അല്ലേ. ഇത് അറൗണ്ട് 390 നാനോമീറ്റർ ആണ്. വേണമെങ്കിൽ 400 നാനോമീറ്ററിന് ഇതാണ്. ഇത് 760 നാനോമീറ്റർ ആണ്. ഞാൻ അപ്രോക്സിമേറ്റ്ലി 700 നാനോമീറ്ററിന് ഇതാണ്. അപ്പോൾ നമ്മൾ വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ പ്രകാരം ടെമ്പറേച്ചർ കൂടിയാൽ വേവ് ലെങ്ത് കുറയും. അപ്പോൾ ആദ്യം വേവ് ലെങ്ത് ഏതാ? 700. പിന്നെ അതിൽ നിന്ന് കുറഞ്ഞപ്പോൾ ഏത് കളറായിട്ട് മാറി? യെല്ലോ ആയിട്ട് മാറി അല്ലേ. അപ്പോൾ ഇത് ഏത് ലോ വെച്ചിട്ടാണ് പറയുക? വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. പിന്നെ അവസാനം വൈറ്റ് കിട്ടാനുള്ള കാരണം എന്താ? നല്ല ടെമ്പറേച്ചർ ആകുമ്പോൾ എല്ലാ കളറും ഒരേ ഇൻറ്റൻസിറ്റിയിൽ എമിറ്റ് ചെയ്യാൻ തുടങ്ങും. എല്ലാ കളറും ഒരേ ഇൻറ്റൻസിറ്റിയിൽ എമിറ്റ് ചെയ്താൽ ഏതായിട്ട് കാണാൻ പറ്റും? വൈറ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ 11ാമത്തത് ആൻസർ വരിക ഓപ്ഷൻ എ ആണ്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ. The maximum wavelength of radiation emitted at 2000 Kelvin is 4 micrometer. അപ്പോൾ ലാംഡ എം തന്നിട്ടുണ്ട് 1. എത്രയാണ്? 4 മൈക്രോമീറ്റർ. കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ എത്രയാണ്? 2000 കെൽവിനാണ് അല്ലേ. നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ വാട്ട് വിൽ ബി ദ മാക്സിമം വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻ എമിറ്റഡ് അറ്റ് 2400 കെൽവിൻ. അപ്പോൾ T2 തന്നതിൻ്റെ എത്രയാണ്? 2400 കെൽവിനാണ് അല്ലേ. അവിടെയുള്ള മാക്സിമം വേവ് ലെങ്ത്. അപ്പോൾ ലാംഡ എം 2 ആണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ഏതാ ഇക്വേഷൻ വരുന്നത്? ഏത് ഇക്വേഷനാണ്? വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. ലാംഡ എം ഇൻറ്റു ടി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അപ്പോൾ ലാംഡ എം T1 ഈക്വൽ ടു ലാംഡ എം 2 T2 അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ലാംഡ എം 2 കാൽക്കുലേറ്റ് ചെയ്യാം. ഏതാ വരിക? ലാംഡ എം T1 ബൈ T2. ലാംഡ എം T1 എത്രയാണ്? 4 മൈക്രോമീറ്റർ ഇൻറ്റു T1 എത്രയാണ്? 2000 കെൽവിൻ ഡിവൈഡഡ് ബൈ T2 ഏതാണ്? 2400 കെൽവിൻ അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, 2 0 കട്ട് ചെയ്തു അല്ലേ. 4 24 എത്രയാണ്? 6. അപ്പോൾ 20/6 എന്ന് പറഞ്ഞാൽ 10/3 മൈക്രോമീറ്റർ. 10/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3.33 മൈക്രോമീറ്റർ. അപ്പോൾ ഏത് ഓപ്ഷനാണ് വരിക? ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ എ ആണ്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ. The rate of radiation of a black body at 0 degrees Celsius is E. The rate of radiation of this black body at 273. അപ്പോൾ ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി റേറ്റ് ഓഫ് റേഡിയേഷൻ നമ്മൾ നേരത്തെ ഇക്വേഷൻ പഠിച്ചു. ഏതാ? സിഗ്മ എ ഇൻറ്റു T⁴. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചറിൽ മാത്രമേ മാറ്റുള്ളൂ. അപ്പോൾ സിഗ്മയും എയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇത് പ്രൊപ്പോർഷണലിറ്റി എങ്ങനെ എഴുതാം? T⁴. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ ഏതാ? എനർജി പെർ സെക്കൻഡ് E ആണ്. പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എത്രയാണ്? 0. ഈ ഇക്വേഷൻ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ടെമ്പറേച്ചർ കെൽവിനിലാക്കണം. അപ്പോൾ എത്രയാണ്? 273 കെൽവിൻ ⁴. ഇക്വേഷൻ നമ്പർ 1. രണ്ടാമത്തെ കേസ് E ഡാഷ് പ്രൊപ്പോർഷണൽ ടു എത്രയാണ്? ടെമ്പറേച്ചർ 273 ഡിഗ്രി. അപ്പോൾ കെൽവിനിലേക്ക് മാറ്റുമ്പോൾ എത്രയാണ്? 273 പ്ലസ് 273. എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 273 എനിക്കിവിടെ. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നിങ്ങൾ E ഡാഷ് ബൈ E എടുത്താൽ ഏതാ വരിക? 2⁴. എത്രയാണ്? 16 ആണ്. അപ്പോൾ E ഡാഷ് ഈക്വൽ ടു ഏതാ വരിക? 16E ആണ് വരിക. അപ്പോൾ ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ എ ആണ് അല്ലേ. 13ാമത്തത് ഓപ്ഷൻ എ വരും. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ. The energy emitted per second of a black body at 27 degrees Celsius is 10 joule. If the temperature of the black body is increased to 327, the energy emitted per second. അപ്പോൾ ഒരു ബ്ലാക്ക് ബോഡി
ഏതാ ഇക്വേഷൻ? H ഈക്വൽ ടു നമ്മളിപ്പോൾ പറഞ്ഞു ഏതാണ്? സിഗ്മ എ ടി റേസ് ടു 4 അല്ലേ? ടെമ്പറേച്ചറിൽ മാത്രമേ മാറ്റുള്ളൂ, അപ്പോൾ ബാക്കി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ പ്രൊപ്പോർഷണൽ ടു ടി റേസ് ടു 4. ആദ്യത്തെ കേസിൽ എത്രയാണ്? 10. പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എത്രയാണ്? 27 കെൽവിനിലേക്ക് മാറ്റുമ്പോൾ എത്രയായി? 300 റേസ് ടു 4. ഇക്വേഷൻ നമ്പർ 1. രണ്ടാമത്തെ കേസോ നമുക്കറിയില്ല, കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? പ്രൊപ്പോർഷണൽ ടു ഏതാ? 327 ഡിഗ്രി. അപ്പോൾ കെൽവിനിലേക്ക് മാറ്റുമ്പോൾ 327 പ്ലസ് 273, അപ്പോൾ എത്രയാ? 600. അപ്പോൾ എങ്ങനെ എഴുതാം? 2 × 300 എന്ന് എഴുതാം. എനിക്കിവിടെ ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ E/10 ഇക്വേഷൻ 2/1 ഏതാ വരിക? 2 റേസ് ടു 4. അപ്പോൾ ഈ എത്രയാണ്? 2 റേസ് ടു 4 16 × 10 എത്രയാണ്? 160. അപ്പോൾ നമ്മളെ ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ 14ാമത്തെ ഏതാണ്? ഓപ്ഷൻ ഡി. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കും. If the temperature of a hot body is increased. അപ്പോൾ ഇവിടെ നമുക്കുള്ളത് ഒരു ഹോട്ട് ബോഡിയാണ്, ബ്ലാക്ക് ബോഡി അല്ല, ഹോട്ട് ബോഡിയാണ്. ഹോട്ട് ബോഡീൻ്റെ കേസിൽ ഏതായിരുന്നു ഇക്വേഷൻ? സിഗ്മ എ പിന്നെ ഒരു ഇ എന്നുള്ള ടേം ഉണ്ടാവും ഇൻറ്റു ടി റേസ് ടു 4 അല്ലേ? ബട്ട് ഇവിടെയും ഏതിൽ മാത്രമേ ചേഞ്ച് വരുത്തുന്നുള്ളൂ? ടെമ്പറേച്ചറിൽ മാത്രമേ ചേഞ്ച് വരുത്തുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ടേമുകൾ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സിറ്റുവേഷൻ നോക്കും. നമ്മളോട് ചോദിച്ചു if the temperature of the hot body is increased by 50%, then the increase in quantity of emitted heat radiation. അപ്പോൾ ആദ്യത്തെ കേസ് നമ്മൾ എച്ച്, കിട്ടുന്ന ഹീറ്റ് എച്ച്, ടെമ്പറേച്ചർ ടി ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1. രണ്ടാമത്തെ കേസ് എച്ച് ഡാഷ്, ടെമ്പറേച്ചർ എത്രയാണ് ഇൻക്രീസ് ചെയ്ത്? 50%. 50% പറഞ്ഞാൽ പകുതിയാണ് കിട്ടിയത് അല്ലേ? അപ്പോൾ നേരത്തെ ഉള്ളത് ടി, പിന്നെ അതിൻ്റെ പകുതി, അതാണ് 50% ഇൻക്രീസ് ചെയ്ത്. അപ്പോൾ ഇത് ഏതാ വരിക? പ്രൊപ്പോർഷണൽ ടു 1 + ½ ഏതാ? 3/2. അപ്പോൾ 3/2 ടി ഉണ്ടാവും അല്ലേ? റേസ് ടു 4. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നിങ്ങൾ H'/H എടുത്താൽ ഏതാ വരിക? 3/4 ഡിവൈഡഡ് ബൈ 2/4 അല്ലേ? 3/4 എത്രയാണ് വരിക? 81. 2/4 16. അപ്പോൾ 16/81 അല്ലേ? നമ്മളോട് ചോദിച്ചത് പെർസെൻറ്റേജ് നമുക്ക് കണ്ടത്. ദ ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി, അപ്പോൾ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി പെർസെൻറ്റേജ് പറയണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് സൈഡും ഒരു -1 ആഡ് ചെയ്യാം. അപ്പോൾ H'/H -1. റൈറ്റ് ഹാൻഡ് സൈഡ് വരിക 81/16 -1. അപ്പോൾ H'/H ഇതെങ്ങനെ എഴുതാം? H' -H/H അല്ലേ? ഇതെത്രയാണ് വരിക? 81 - 16. അപ്പോൾ എത്രയാ? 65 വരും അല്ലേ? 65/16. അപ്പോൾ ഇതാണ്, ഇത് പെർസെൻറ്റേജിലാണ് ചോദിച്ചത്. പെർസെൻറ്റേജ് കിട്ടണമെങ്കിൽ അപ്പോൾ ΔH/H പെർസെൻറ്റേജ് കിട്ടണേ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസറായി അല്ലേ? ഇത് എത്രയാണ് വരിക? 65/16. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുക 4ൻ്റെ അടുത്ത് വരും അല്ലേ? 64. അപ്പോൾ നിയർലി 4ൻ്റെ അടുത്ത് വരും. 4 × 100 400. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 400%. അപ്പോൾ ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ ഡി ആണ്. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 16ാമത്തെ ക്വസ്റ്റ്യൻ. 2 beakers A and B are filled to the brim with water at 4 degrees Celsius. Then A is heated and B is cooled. Then water. 2 ബീക്കർ ഉണ്ട് അല്ലേ? 2 ബീക്കറിലും ഫുള്ളായിട്ട് വെള്ളം നിറച്ചിരുന്നു. 2 ബീക്കറിലും നിങ്ങൾ ഫുള്ളായിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. ഏത് ടെമ്പറേച്ചറിലാണ് എടുത്തത്? 4 ഡിഗ്രി സെൽഷ്യസിലാണ്. രണ്ടും 4 ആണ് അല്ലേ? ബട്ട് എന്താ വ്യത്യാസം? ഒന്നിനെ നിങ്ങൾ ഹീറ്റ് ചെയ്യുക, രണ്ടാമത്തേതിനെ കൂൾ ചെയ്യുക. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഹീറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? 4 ഡിഗ്രി സെൽഷ്യസിലാണ് വോളിയം മിനിമം അല്ലേ? ഹീറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? വോളിയം കൂടും. കൂൾ ചെയ്താലോ? കൂൾ ചെയ്താലും വോളിയം കൂടും. അപ്പോൾ രണ്ട് കേസിൽ എന്തുണ്ടാവും? ഓവർഫ്ലോ ഉണ്ടാവും. അതിൻ്റെ കാരണം എന്താ? 4 ഡിഗ്രി സെൽഷ്യസിലാണ് വാട്ടറിന് ഏറ്റവും മിനിമം വോളിയം ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഹീറ്റ് ചെയ്താലും കൂൾ ചെയ്താലും വോളിയം കൂടും. വോളിയം കൂടിയാൽ ഇത് ഓവർഫ്ലോ ചെയ്യും. അപ്പോൾ വിൽ ഓവർഫ്ലോ ഇൻ ബോത്ത് എ ആൻഡ് ബി.
16 ഓപ്ഷൻ ഡി വരും. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ. 17ാമത്തെ ക്വസ്റ്റ്യനിൽ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു ഏതായിരുന്നു ഇക്വേഷൻ, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് dT2 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 ഈക്വൽ ടു -K ഇൻറ്റു dt അല്ലേ. അപ്പോൾ ഈ ഇക്വേഷനാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. K കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ പ്രൊപ്പോർഷണൽ ടു dt എന്ന് എഴുതാം, അങ്ങനെ എഴുതിയാൽ. അപ്പോൾ ഇക്വേഷൻ നോക്കുക. ഒന്നാമത്തെ കേസ് T2 ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയാണ്, 90 നിന്ന് 60 ആക്കി അല്ലേ. നോക്കുക 90 നിന്ന് 60ലേക്ക് വന്നു, അപ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയാണ് 30 അല്ലേ. ഡിവൈഡഡ് ബൈ T2 എന്ന് പറഞ്ഞാൽ ഹോട്ട് ബോഡിയുടെ ടെമ്പറേച്ചർ. അപ്പോൾ ഹോട്ട് ബോഡിയുടെ ടെമ്പറേച്ചർ 90 നിന്ന് 60ലേക്ക് മാറി. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ആവറേജ് ആണ്. ആവറേജ് എടുത്താൽ എത്രയാണ് വരിക, 75 അല്ലേ. മൈനസ് സറൗണ്ടിങ്ങിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ് തന്നിട്ടുണ്ട്, എത്രയാ 20. പ്രൊപ്പോർഷണൽ ടു എടുത്ത ടൈം എത്രയാ 5 മിനിറ്റ്സ്. മിനിറ്റ്സിനെ മാറ്റണമെന്നില്ല, റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് ആൻസർ മിനിറ്റിൽ തന്നെ കിട്ടും. രണ്ടാമത്തെ കേസ് നോക്കും. അപ്പോൾ രണ്ടാമത്തെ കേസ് വരുന്നത് ടെമ്പറേച്ചർ എവിടെ നിന്ന് എവിടേക്കാണ്, 60 നിന്ന് 30ലേക്ക്. അപ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയാണ് 30 അല്ലേ. സറൗണ്ടിങ് 20 തന്നെ. ഹോട്ട് ബോഡിയുടെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 60 നിന്ന് 30ലേക്ക് മാറി അല്ലേ. അപ്പോൾ അതിൻ്റെ ആവറേജ് 45. പ്രൊപ്പോർഷണൽ ടു ടൈമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമ്മൾ 2/1 എടുത്താൽ ഏതാ വരിക, T/5 ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലേ. ഏതാ വരിക 75 മൈനസ് 20 ഡിവൈഡഡ് ബൈ 45 മൈനസ് 20. അപ്പോൾ T/5 ഈക്വൽ ടു 75 മൈനസ് 20 എത്രയാണ് 55 അല്ലേ. 45 മൈനസ് 20 എത്രയാണ് 25. അപ്പോൾ 11/5. അപ്പോൾ T എത്രയാണ് വരിക 11. അപ്പോൾ ഏത് ഓപ്ഷനാണ്, ഓപ്ഷൻ സി വരും. അപ്പോൾ 17ാമത്തത് ഓപ്ഷൻ സി ആണ് വരിക. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കും. 18ാമത്തെ ക്വസ്റ്റ്യൻ. If a metallic sphere gets cooled from 62 to 50 degree in 10 minutes and the next 10 minutes get cooled to 42 degree Celsius, then the temperature of the surrounding. അപ്പോൾ ഈ സിറ്റുവേഷൻ നോക്കുക. dT2 by T2 minus T1 ഈക്വൽ ടു -KT അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ടു എങ്ങനെ എഴുതാം, dt. നോക്കുക dT2 by T2 minus T1 ഈക്വൽ ടു -K ഇൻറ്റു dt അല്ലേ. K ഓൾറെഡി കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഇവിടെ ടൈമോ, രണ്ട് സിറ്റുവേഷനിൽ എടുക്കുന്ന ടൈമും 10 മിനിറ്റ് തന്നെയാണ്. അപ്പോൾ ഇതും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഏത് മാത്രം ഇക്വേറ്റ് ചെയ്താൽ മതി, ഈ ടേമും രണ്ടിലും കോൺസ്റ്റൻ്റ് ആയിരിക്കാം. ഏത് ടേമാണ് കോൺസ്റ്റൻ്റ് ആവേണ്ടത്, dT2 by T2 minus T1. അപ്പോൾ ഫസ്റ്റ് കേസിൽ നോക്കുക. dT2 എത്രയാണ് 62 നിന്ന് 50ലേക്ക് അല്ലേ. അപ്പോൾ എത്രയാ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 12. പിന്നെ ഹോട്ട് ബോഡിയുടെ ടെമ്പറേച്ചർ, അപ്പോൾ ആവറേജ് എടുക്കണം. ആവറേജ് എടുത്താൽ എത്രയാണ് വരിക 50 62. അപ്പോൾ ആവറേജ് 56 മൈനസ് സറൗണ്ടിങ്ങിൻ്റെ ടെമ്പറേച്ചർ TS. രണ്ടാമത്തെ കേസിൽ നോക്കുക. രണ്ടാമത്തെ കേസിൽ ഏതാണ് 50 നിന്ന് 42 ആയിട്ട് മാറുക അല്ലേ. അപ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 8. അപ്പോൾ ഹോട്ട് ബോഡിയുടെ ടെമ്പറേച്ചർ 50 നിന്ന് 42 ആകുമ്പോൾ 50ൻ്റെയും 42ൻ്റെയും ആവറേജ് എത്രയാണ് 46 അല്ലേ, മൈനസ് സറൗണ്ടിങ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് വരിക ഇറ്റ് ഈസ് ഈക്വൽ ടു 12 ഉണ്ട്, ഇവിടെ 12 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്. രണ്ടിൽ ഏത് കോമൺ ആണ് 4 അല്ലേ. അപ്പോൾ 3 × 4 ആണ് ബൈ 56 മൈനസ് TS. റൈറ്റ് ഹാൻഡ് സൈഡ് ഏതാ വരിക 2 × 4 46 മൈനസ് TS. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3 6 18 അല്ലേ. 3 4 12 1 13 138 മൈനസ് 3 TS ഈക്വൽ ടു
2 into 56 2 12 2 ബാക്കി 1 അല്ലേ 11 112 മൈനസ് 2 TS അല്ലേ അപ്പോൾ TS ഈക്വൽ ടു TS ഏതാ വരിക 138 മൈനസ് 112 അല്ലേ അപ്പോൾ ഇത് 6 വരും അല്ലേ അപ്പോൾ 26 വരും അപ്പോൾ ഏതാ ആൻസർ വരിക 18ാമത്തത് ഓപ്ഷൻ സി വരും ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക How much heat energy is gained when 5 kg of water at 20 degrees Celsius is brought to its boiling point? How much heat energy is gained? അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡെൽറ്റ Q കിട്ടിയ ഹീറ്റ് ഏതാ ഇക്വേഷൻ m into s into ഡെൽറ്റ T അല്ലേ ഇവിടെ എത്രയാ 5 kilogram of water അല്ലേ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എത്രയാ 4186 ആണ് ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക എത്രയാ തന്നത് 4.2 കിലോ ജൂളാണ് അപ്പോൾ 4.2 ഇൻറ്റു കിലോ എന്ന് പറയുമ്പോൾ 10⁻³ ഇൻറ്റു ഡെൽറ്റ ടി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയാ 20 എന്ന് ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 100 അപ്പോൾ 100 മൈനസ് 20 എത്രയാ 8 അപ്പോൾ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ 5 ഇൻറ്റു 4.2 ഇൻറ്റു 8 into 10⁻⁴ വരും am I correct അപ്പോൾ 5 into 8 എത്രയാ 40 അല്ലേ അല്ലെങ്കിൽ 5 into 4.2 എടുക്കുക ഇത് എത്രയാ വരിക 2 into 5 10 21 അപ്പോൾ 21 into 8 into 10⁻⁴ അപ്പോൾ ഏതാ വരിക 8 168 അപ്പോൾ 168 into 10⁻⁴ അപ്പോൾ 1680 into 10⁻³ 10⁻³ എന്ന് പറഞ്ഞാൽ കിലോ അപ്പോൾ 1680 കിലോ ജൂൾ വരും ക്ലിയർ അല്ലേ അപ്പോൾ 19ാമത്തത് ആൻസർ വരിക ഓപ്ഷൻ എ ആണ് 19ാമത്തെ ഏതാണ് ആൻസർ ഓപ്ഷൻ എ ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക 20ാമത്തെ ക്വസ്റ്റ്യൻ 10 gram of ice at 0 degrees Celsius is mixed with 100 gram of water at 50 degrees Celsius. What is the resultant temperature? അപ്പോൾ ഇവിടെ എങ്ങനെയുള്ള പ്രോബ്ലത്തിൽ ഒരു ബോഡിക്ക് ഹീറ്റ് നഷ്ടപ്പെടും മറ്റേ ബോഡിക്ക് ഹീറ്റ് കിട്ടും അല്ലേ അപ്പോൾ ഹീറ്റ് ഗെയിൻ ബൈ ബോഡി വൺ ബോഡി ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് heat lost by another body ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ട മെത്തേഡ് അപ്പോൾ നമ്മൾ ആൻസർ ഒരിക്കലും തെറ്റില്ല അപ്പോൾ നോക്കുക ഫസ്റ്റ് 10 gram ഓഫ് ഐസ് അറ്റ് 0 ഡിഗ്രി അപ്പോൾ ഐസിനെ ആദ്യം എന്താക്കി മാറ്റണം ഐസിനെ ആദ്യം നമ്മൾ വാട്ടർ ആക്കി മാറ്റണം അറ്റ് 0 ഡിഗ്രി അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താ ഐസിനെ ആദ്യം വാട്ടർ ആക്കി മാറ്റാൻ നമ്മളെ ഇക്വേഷൻ ഏതാ m ഇൻറ്റു ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ അല്ലേ പിന്നെ നമുക്ക് വേണ്ടത് ഏതാ m ഇൻറ്റു s ഇൻറ്റു ഡെൽറ്റ ടി ഒരു ടെമ്പറേച്ചറിലേക്ക് എത്തിക്കാം മിക്സ് ചെയ്താൽ ടി എന്നുള്ള ഒരു ഇക്വിലിബ്രിയം ടെമ്പറേച്ചറിലേക്ക് എത്തി അപ്പോൾ ഏതാ ഇക്വേഷൻ m ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു ഡെൽറ്റ ടി എങ്ങനെ എഴുതാം ഫൈനൽ മൈനസ് ഇനീഷ്യൽ ഫൈനൽ ടെമ്പറേച്ചർ ടി ആണ് ഇനീഷ്യൽ ഏതാണ് ഫൈനൽ ടെമ്പറേച്ചർ നമുക്കറിയില്ല അതുകൊണ്ട് ടി എന്ന് കൊടുത്ത് ഇനീഷ്യൽ ഏതാ 0 ഡിഗ്രി എന്നാണ് പോകുന്നത് ഇനി ഹീറ്റ് ലോസ്റ്റ് അനദർ ബോഡി രണ്ടാമത്തെ ബോഡിയുടെ കേസിൽ 50 ഡിഗ്രി സെൽഷ്യസ് വാട്ടറാണ് അപ്പോൾ അത് താഴോട്ട് വരുമ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് മാത്രമേ വരും അപ്പോൾ മൈനസ് m ഇൻറ്റു എസ് ഇൻറ്റു ഡെൽറ്റ ടി ഏതാ ഫൈനൽ ടി ആണ് ഇനീഷ്യൽ എത്രയാണ് 50 ആണ് അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത ആൻസറായി m എല്ലാത്തിലും ഇവിടെ m ഡാഷ് ആണ് അപ്പോൾ നോക്കുക ഇവിടെ ഫസ്റ്റ് കേസിലുള്ള മാസ് എത്രയാ 10 gram ആണ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എത്രയാ 80 അല്ലേ പ്ലസ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അപ്പോൾ നമ്മൾ കലോറിയിലാണ് പറയുന്നത് കേട്ടോ 10 സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വാട്ടറിൻ്റെ 1 ടെമ്പറേച്ചർ T ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് എത്രയാ മാസ് 100 gram
minus 100 into specific heat capacity 1 അല്ലേ into T minus 50. അപ്പോൾ ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ 800 പ്ലസ് 10T, റൈറ്റ് ഹാൻഡ് സൈഡ് വരിക മൈനസ് 100T പ്ലസ് 5000 വരും. അപ്പോൾ നമ്മളെ ആൻസർ വരിക 110T ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് വരിക 5000 മൈനസ് 800 എത്രയാണ് 4200. അപ്പോൾ ഇതിൽ നിന്ന് T കാൽക്കുലേറ്റ് ചെയ്യാം 420/11. അപ്പോൾ 420/11 കാൽക്കുലേറ്റ് ചെയ്താൽ നമ്മളെ ആൻസറായി ഏതാ വരിക 38.2 വരും. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കുക എൻട്രൻസ് എക്സാമിൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു റീഡിംഗ് ഓൺ എനി സ്കെയിൽ മൈനസ് ലോവർ ഫിക്സഡ് പോയിന്റ് ബൈ അപ്പർ ഫിക്സഡ് പോയിന്റ് മൈനസ് ലോവർ ഫിക്സഡ് പോയിന്റ്. അതായത് ടെമ്പറേച്ചർ ഒരു സ്കെയിലിൽ നിന്ന് ഒരു സ്കെയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ആ ഭാഗം ചോദിക്കും. പിന്നെ എക്സാമിന് വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഹീറ്റ് കറണ്ട് അതേപോലെ തെർമൽ കണ്ടക്ടേഴ്സിൻ്റെ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ. പിന്നെ എക്സാമിന് വരുന്ന ഭാഗം ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ്. പിന്നെ ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉള്ളത് ബ്ലാക്ക് ബോഡി സ്പെക്ട്രത്തിൻ്റെ സ്റ്റെഫൻ ബോൾട്സ്മാൻ ലോ അതേപോലെ വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. ഈ രണ്ട് ഭാഗത്തിനാണ് കൂടുതൽ പ്രോബബിലിറ്റി ഉള്ളത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആണ് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുക. ക്ലിയർ ആണോ? ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.